നമസ്കാരം. പലരുടെയും സംശയമാണ് ഈ കല്ലുകൾ, അതായത് നമ്മളെ രത്നക്കല്ലുകൾ, അതേപോലെയുള്ള ചില വില കുറഞ്ഞ കല്ലുകൾ, പിന്നെ സ്വർണം, പിന്നെ ഈ ഏലസ്, അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ, രുദ്രാക്ഷമാല, ഇങ്ങനെയൊക്കെയുള്ള നൂലുകൾ ജപിച്ച് കിട്ടുന്നത്, ഇങ്ങനെയൊക്കെയുള്ള അതിൻ്റെയൊക്കെ പിന്നിൽ എന്താണ് സംഭവം? ഇതിൻ്റെയൊക്കെ പിന്നിൽ ശരിക്കും ശക്തികളുണ്ടോ? ഇങ്ങനെയൊക്കെ ചിലർ ചോദിക്കുന്നുണ്ട്. ഇപ്പൊ ഇന്നത്തെ വിഷയം അതാണ്. ഈ ഇങ്ങനെയുള്ള ചില സാധനങ്ങൾ, അതായത് ഭൂമിയിലുള്ള ചില വൃക്ഷങ്ങൾ, ഇതേപോലെ രുദ്രാക്ഷം പോലുള്ള ചില കായ്കൾ, പിന്നെ ചില കല്ലുകൾ, ചില ലോഹങ്ങൾ, ഇതെല്ലാം പല ടൈപ്പ് എനർജീസുകളെ സ്വാധീനിക്കാനുള്ള ശക്തികളുണ്ട്. ഇതിപ്പം നിറങ്ങൾ, ഇപ്പൊ ചില കല്ലുകൾ പല പല നിറങ്ങളുണ്ട്. അപ്പൊ ഓരോ നിറങ്ങൾ എന്ന് പറയുമ്പോൾ ഓരോ നിറങ്ങളിൽ ഇപ്പൊ നമ്മൾ സൂര്യൻ എന്ന് പറഞ്ഞ ആ സൂര്യന്റെ പ്രകാശത്തിൽ പല പല നിറങ്ങളുണ്ട്. അപ്പൊ ഈ നിറങ്ങൾ എന്ന് പറയുന്നത് ശരിക്കും സൂര്യനിൽ ഉള്ള ആ ചൈതന്യങ്ങളാണ്, അല്ലെങ്കിൽ ആ ശക്തികളാണ്. ദൈവത്തിന്റെ ചൈതന്യത്തിന്റെ ഒരു പകർച്ചയാണ് ശരിക്കും സൂര്യനിലുള്ളത്. അപ്പൊ ആ പകർച്ചയിൽ ശരിക്കും പലതരം ശക്തികൾ, എനർജീസുകൾ ഉണ്ട്. ഇത് ഒരു വശത്ത് പറഞ്ഞാൽ പലതരം ദേവന്മാർ അല്ലെങ്കിൽ ഈ അദൃശ്യ ശക്തികളുടെ സ്വാധീനം ഈ കളറുകൾ, നിറങ്ങളിലുണ്ട്. അപ്പൊ ഈ നിറങ്ങൾ എന്ന് പറയുന്നത് കല്ലുകളും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ലോഹങ്ങൾ, ഇതിലെല്ലാം ഈ എനർജികൾ സ്വാധീനിക്കും. ഇപ്പം ഈ പച്ച കളറിൽ സ്വാധീനിക്കുന്ന ആ ശക്തി ആയിരിക്കില്ല നീലയിൽ സ്വാധീനിക്കുന്നത്. ഇപ്പൊ നീലയിൽ സ്വാധീനിക്കുന്നത് അല്ല മഞ്ഞയിലുള്ളത്. എന്നാൽ എല്ലാത്തിലും എനർജീസ് ഉണ്ടെങ്കിലും ഈ മഞ്ഞയിലായിരിക്കും അതിന്റെ ആ മഞ്ഞയെ സ്വാധീനിക്കാൻ ഒരേ റേഞ്ചിൽ വരുന്ന ആ അദൃശ്യ ശക്തിയുടെ സ്വാധീനം വളരെ കൂടുതൽ നിൽക്കുന്നത് അതിന്റെ ഇഷ്ട നിറത്തിലായിരിക്കും. ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതേപോലെ ചില വൃക്ഷങ്ങളുണ്ട്. ഓരോ വൃക്ഷത്തിനും അതിൻ്റെതായ ദേവന്മാരുടെ സ്വാധീനങ്ങളുണ്ട്. മൃഗങ്ങളിൽ സ്വാധീനങ്ങളുണ്ട്, മനുഷ്യരിലും അതേപോലെ സ്വാധീനങ്ങളുണ്ട്. ഓരോരുത്തർക്കും ഓരോ ദേവന്റെ സ്വാധീനമായിരിക്കും കൂടി നിൽക്കുന്നത്. എല്ലാ മനുഷ്യരിലും ഒരേപോലെ അല്ല. അതായത് അവരുടെയൊക്കെ നിയന്ത്രിക്കുന്നത് ഈ മെയിൻ സുപ്പീരിയർ ആയിട്ട് നിയന്ത്രണം വരുന്നത് ഈ ദേവന്റെ കയ്യിലാണ്. പക്ഷെ ഇപ്പോഴത്തെ കുഴപ്പമെന്ന് വെച്ചാൽ ഇതിനെല്ലാത്തിന്റെയും ഈ വ്യാജര്, ഈ ഡ്യൂപ്ലിക്കേറ്റ്, ഈ പൈശാചിക ശക്തികളിലുണ്ട്, ഈ അസുരന്മാരിലുണ്ട്. അപ്പൊ നമ്മൾ പോസിറ്റീവായി ആ ദൈവത്തിന്റെ ആ ശക്തികളുടെ നിയമത്തിലാണ് പോകുന്നതെങ്കിൽ മാത്രമേ ദൈവത്തിൽ നിന്ന് വരുന്ന ആ യഥാർത്ഥ പോസിറ്റീവ് ദേവന്മാർ നമ്മളെ സ്വാധീനിക്കൂ. അതേസമയം നമ്മൾ വ്യക്തികൾ ദൈവത്തിന്റെ നിയമത്തിൽ നിന്നും തെറ്റിയാണ് ജീവിക്കുന്നത് എങ്കിൽ ഈ കല്ലും അതൊക്കെ പുറക്കി വെച്ചിട്ട് ദൈവത്തിൻ്റെതാണ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മളിൽ ആ ദൈവത്തിന്റെ കല്ലുകളിൽ സ്വാധീനം വരില്ല. അവിടെ വ്യാജനേ വരുള്ളൂ, നെഗറ്റീവേ വരുള്ളൂ. കാരണം ഈ വ്യക്തി നെഗറ്റീവാണ്. അപ്പൊ നമ്മൾ ഈ രുദ്രാക്ഷമാലയാണെങ്കിലും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കല്ലുകളാണെങ്കിലും നമ്മൾ ശരിക്കും പറഞ്ഞാൽ എത്രത്തോളം ആണ് നമ്മൾ പോസിറ്റീവ്, അതനുസരിച്ച് ഇതിൽ ആ ഒരു പോസിറ്റീവ് എനർജി കാണുള്ളൂ. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ സ്വാമിമാര് അല്ലെ ഋഷിമാര്, യോഗീശ്വരന്മാരൊക്കെ രുദ്രാക്ഷം ഉപയോഗിച്ച് ശാന്തരായി പ്രാർത്ഥനയും ജപവും ജനങ്ങളെ സഹായിക്കുകയും സ്നേഹിക്കുകയും ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാറുണ്ട്, ഒരുപാടുണ്ട്. എന്നാൽ ഇത് വെച്ചും കൊണ്ട് തന്നെ വ്യഭിചാരവും ദൂർത്തരിയും കള്ളത്തലും ഒക്കെ കാണിക്കുന്നവരിലും രുദ്രാക്ഷം ഉപയോഗിക്കാറുണ്ട്. അതേപോലെ തന്നെ മാംസവും രക്തവും ശവശരീരങ്ങളും കഴിക്കുന്നവരും ഈ രുദ്രാക്ഷം ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഇത് രുദ്രാക്ഷത്തിലല്ല കാര്യം. ഈ ഉപയോഗിക്കുന്ന വ്യക്തിയുടെ എനർജി എന്താണ്, അതനുസരിച്ച് ഈ രുദ്രാക്ഷത്തിൽ ആ എനർജിയുടെ സ്വാധീനം കൂടുതലായിരിക്കും. അപ്പൊ അവർക്ക് അവരുടെ എനർജിയെ ബൂസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ കല്ലുകളുടെ, രത്നക്കല്ലുകളും ഇങ്ങനെയുള്ള ഇതിന്റെയൊക്കെ കാര്യം ഇത് തന്നെയാണ്. നമ്മളിൽ നിൽക്കുന്നത് എനർജി ഏതാണോ അത് ആയിരിക്കും ആ നമ്മൾ ഉപയോഗിക്കുന്ന കല്ലിൽ സ്വാധീനം കൂടുതൽ വരുന്നത്. അതൊരു വശം. ഇനി മറുവശത്ത് ഇപ്പൊ നമ്മുടെ ആത്മാവ് പോസിറ്റീവാണ്, നമ്മൾ പോസിറ്റീവാണ്. അപ്പൊ നമ്മൾ പോസിറ്റീവ് ആത്മാവ് ഉള്ള വ്യക്തിക്ക് പോസിറ്റീവായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. അതാണ് ആഗ്രഹവും, അങ്ങനെ നടക്കുള്ളൂ. ആത്മാവ് അങ്ങനെ കൊണ്ടുപോകുള്ളൂ. നേരത്തെ ഇപ്പൊ തൊട്ടുമുമ്പ് പറഞ്ഞ അത്രയും നെഗറ്റീവ് ആൾക്കാരുടെ കാര്യങ്ങളാണ്. ഇനി നമ്മൾ പോസിറ്റീവ് ആളാണ്. പക്ഷെ നമുക്ക് ഈ ആത്മീയ കാര്യങ്ങളോ ഈ വശങ്ങളോ ഒന്നും അറിഞ്ഞൂടാതെ മറ്റുള്ളവർക്ക് സുഖജീവിതം കിട്ടുന്നുണ്ടല്ലോ. ഇപ്പൊ അവര് കള്ളക്കടത്ത് ചെയ്തപ്പോൾ അവർക്ക് ഭയങ്കര ഉയർച്ച വന്നു, മറ്റേ ആള് വ്യഭിചാരം ചെയ്തിട്ട് വീട്ടിൽ കുഴപ്പമൊന്നുമില്ല, ആരും അറിയുന്നില്ല, അതൊന്നും വിഷയമൊന്നുമില്ല, മദ്യപിച്ചിട്ടും വേറെ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ കണ്ടും കൊണ്ട് പോസിറ്റീവായി നിൽക്കുന്ന ഒരു ആത്മാവ് അയാളെ പോലെ ഈ വ്യക്തി ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഇവിടെ പ്രശ്നം വരും. കാരണം അവന്റെ ആത്മാവ് തന്നെ മറ്റു അദൃശക്തികളുമായിട്ട് ചേർന്ന് നല്ല പണി കൊടുക്കും. അത് വേറൊരു വശം. അപ്പൊ അങ്ങനെയുള്ളൊരു വ്യക്തി ചിലപ്പോൾ ഒരു നീലക്കല്ലോ പവിഴമോ
വൈഡൂര്യം അങ്ങനെ എന്തെങ്കിലും ഒരു കല്ല് ശരിക്കും ആ പോസിറ്റീവ് ആത്മാവുള്ള വ്യക്തിയാണ് ധരിക്കുന്നെങ്കിൽ ആ കല്ലിൽ ശരിക്കും പറഞ്ഞാൽ അവന്റെ ആത്മാവിന്റെ ഇഷ്ടം അനുസരിച്ച് പോസിറ്റീവ് ശക്തികൾ സ്വാധീനിക്കും. പക്ഷെ നെഗറ്റീവായിട്ട് നിൽക്കുന്ന ഒരു ആത്മാവിന് നേരത്തെ പറഞ്ഞതുപോലെ നെഗറ്റീവ് ജീവിതവും കാര്യങ്ങളായിരിക്കും, അതിലായിരിക്കും അവരുടെ സന്തോഷം. അവരിതൊക്കെ ഉപയോഗിച്ചാൽ അവരുടെ ആത്മാവിന്റെ അല്ലെ അവരുടെ സ്വഭാവത്തിന്റെ എനർജിയുടെ ഇതനുസരിച്ച് നെഗറ്റീവ്സിലായിരിക്കും ഒന്ന് സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നത്. അവരങ്ങനെ പോവുള്ളൂ. കല്ലൊക്കെ സെയിം ആയിരിക്കും, പക്ഷെ ഈ ഓരോ കല്ലും ഓരോ പോസിറ്റീവ് ഉള്ളതുപോലെ തന്നെ ഒരു നാണയത്തിന്റെ രണ്ട് വശം ഉള്ളതുപോലെ ഓരോ കല്ലിനും അതിൻ്റെതായ നെഗറ്റീവ് ശക്തി സ്വാധീനിക്കുകയും ചെയ്യുന്നുണ്ട്, ശരിക്കും പോസിറ്റീവ് ശക്തികളും സ്വാധീനിക്കുകയും ചെയ്യുന്നുണ്ട്. കാര്യം എല്ലാ ഡയമെൻഷനിലും നെഗറ്റീവ് പോസിറ്റീവ്, പകൽ രാത്രി, ഇങ്ങനെ പറയുന്ന പോലെ എല്ലാത്തിനും രണ്ട് വശമുണ്ട്. പുരുഷൻ സ്ത്രീ എല്ലാം ഈ രണ്ടുണ്ട്. അപ്പൊ ഇതേപോലെ ഒരു കല്ലിലും നെഗറ്റീവും സ്വാധീനിക്കും, അതേ സ്വഭാവവും കാര്യങ്ങളൊക്കെ ഉള്ള ഈ പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവ് ഉണ്ട്. അപ്പൊ ഇത് ഉപയോഗിക്കുന്ന ആളുടെ ആത്മാവിന്റെ ഇഷ്ടവും ആ വ്യക്തിയുടെ പോക്കും ഒക്കെ വെച്ചിട്ടാണ് ഇതിന്റെ രീതിയൊക്കെ മാറുന്നത്. ഇപ്പൊ ആത്മാവിന് എപ്പോഴും പോസിറ്റീവിലാണ് പോകേണ്ടത്, എനിക്ക് പോസിറ്റീവ് ആവണം, എനിക്ക് സൃഷ്ടാപൻ ദൈവത്തിന്റെ പോസിറ്റീവ് എത്തണം എന്ന ആഗ്രഹത്തിൽ നിൽക്കുന്ന ആത്മാവ് ഇങ്ങനെയുള്ള കല്ലുകൾ ഉപയോഗിച്ചാൽ ഈ കല്ലിൽ അതാത് ശരിക്കുള്ള പോസിറ്റീവ് ശക്തികൾ അതിൽ സ്വാധീനം കൂടി വരും. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റുന്ന വെച്ചാൽ ആ ശക്തിയുടെ ഇഷ്ടമനുസരിച്ചല്ല ഈ വ്യക്തി പോകുന്നതെങ്കിൽ ഈ ശക്തി അവനിട്ട് പണി കൊടുത്തുകൊണ്ടിരിക്കും, ശിക്ഷ കൊടുത്തുകൊണ്ടേയിരിക്കും. ഇതാണ് വേറെ വശം. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോ ഒരു കല്ല്, മഞ്ഞക്കല്ല് ഉപയോഗിക്കുന്നു. അപ്പൊ ആ മഞ്ഞക്കല്ലിനെ സ്വാധീനിക്കുന്ന ഒരു ശക്തി ആ മഞ്ഞക്കല്ല് ഇട്ടുകൊണ്ട് കൂടുതൽ അവനിലേക്ക് ആ എനർജി കൂടുതൽ വന്നുകൊണ്ടിരിക്കും. മഞ്ഞക്കല്ലിനെ സ്വാധീനിക്കുന്ന ആ ദേവന്റെ അല്ലെങ്കിൽ അദൃശക്തിയുടെ സ്വാധീനം അവനിൽ കൂടുതലായിരിക്കും. പക്ഷെ ഈ മഞ്ഞക്കല്ലിൽ സ്വാധീനിക്കുന്ന അദൃശ ശക്തിയുടെ ഇഷ്ടങ്ങളല്ല ഇവൻ ചെയ്തുകൊണ്ടിരിക്കുന്നെങ്കിൽ എന്നെ വിളിച്ചു വരുത്തിയിട്ട് അപമാനിക്കുന്നു എന്ന രീതിയിൽ ഈ മഞ്ഞക്കല്ലിനെ സ്വാധീനിക്കുന്ന അദൃശക്തി യവനെ ശിക്ഷിക്കും. അപ്പൊ നമ്മൾ കല്ല് ഇടുമ്പോൾ ഓരോ കല്ലിനും അതിൻ്റെതായ ദേവന്മാര് അല്ലെങ്കിൽ അദൃശക്തികളുടെ ഇത് പറഞ്ഞിട്ടുണ്ട്. എല്ലാ കല്ലുകളിലും രുദ്രാക്ഷമാണെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ പോസിറ്റീവായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി രുദ്രാക്ഷമാല ഇട്ടിട്ട് അവൻ നെഗറ്റീവായിട്ട് ജീവിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അവനെന്നും കഷ്ടകാലം വരിക. ഈ രുദ്രാക്ഷമാലയിലൂടെ ആ ദൈവത്തിന്റെ കോപഭാവമാകുന്ന ആ ശിവഭാവത്തിൽ നിന്നും ഇവന് എപ്പോഴും ശിക്ഷ കിട്ടിക്കൊണ്ടിരിക്കും. അതേസമയം ഇവൻ നെഗറ്റീവ് പോകേണ്ട ഒരു ആത്മാവാണ്. ഇവൻ നെഗറ്റീവിന്റെ ആളാണെങ്കിൽ ഈ രുദ്രാക്ഷ ഇട്ടത് കൊണ്ട് നെഗറ്റീവ് ശക്തികൾ അവനെ സ്വാധീനിച്ച് അവനെ സുഖം കൊടുത്ത് അവനെ അങ്ങോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. അവന് വേറെ പ്രശ്നമൊന്നും വരില്ല. അവനെന്നും ഉയർച്ചനായിരിക്കും. 1, 2, 100, 10, 50 രുദ്രാക്ഷമാലകൾ കൂടുതൽ ഇടുന്തോറും അവൻ കൂടുതൽ മലിനം തിന്നാനും ദുർനടപ്പ് നടത്താനൊക്കെ തോന്നിക്കൊണ്ടിരിക്കാൻ അവന്റെ ആ രുദ്രാക്ഷത്തിൽ അത്രയും നെഗറ്റീവാണ് അടിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ പോസിറ്റീവ് പോകുന്ന ഒരാൾ ശ്രദ്ധിക്കണം, അവൻ ഇതെടുത്ത് ഇട്ട് കഴിഞ്ഞാൽ അവന് ദോഷം ചെയ്യും. അതേപോലെ കല്ലുകൾ ഉപയോഗിച്ചാലും ഈ വ്യക്തി പോസിറ്റീവായിട്ട് നിൽക്കുന്ന ആത്മാവാണെങ്കിൽ അവൻ ആ വ്യക്തിയുടെ അല്ലെങ്കിൽ ആ ദൂതന്റെ അല്ലെങ്കിൽ ആ ദേവന്റെ ഇഷ്ടം അനുസരിച്ച് പോയില്ല എന്നുണ്ടെങ്കിൽ പണി കിട്ടും. ചിലര് പറഞ്ഞിട്ടുണ്ട് മോതിരം വാങ്ങിച്ചിട്ട് നല്ല ഉയർച്ച വരും എന്നും പറഞ്ഞ് മോതിരമൊക്കെ വാങ്ങിച്ചിട്ട് കല്ലൊക്കെ പതിച്ച മോതിരം ഇട്ടിട്ട് അവസാനം ഇപ്പൊ അത് ഭയങ്കരമായി പ്രശ്നമായി തുടങ്ങി. എനിക്കിത് നേരെ തലതിരിഞ്ഞ് എനിക്ക് വിഷയമായി. കാരണം ഇതൊക്കെ ഇടുമ്പോൾ സൂക്ഷിച്ചിടണമെന്നൊക്കെ പലരും പറഞ്ഞു. എന്താണ് സൂക്ഷിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതാണ് അവിടെ സൂക്ഷിക്കേണ്ടത്. നമ്മൾ സൂക്ഷിക്കേണ്ടത് ഇതൊക്കെ ഇടുന്ന വ്യക്തി അത്രയും വിശുദ്ധനായി അല്ലെങ്കിൽ അവന്റെ സ്വഭാവം അത്രയും പെർഫെക്റ്റായി വേണം മുന്നോട്ട് പോകേണ്ടത്. ഇല്ലെങ്കിൽ അവൻ ഇത് ഇട്ടത് കൊണ്ട് അവനെന്നും പ്രശ്നമായിരിക്കും. ശരിക്കും ഇട്ടത് കൊണ്ടല്ല ഈ പ്രശ്നം വരുന്നത്. ആ മോതിരത്തിലുള്ള ശക്തികൾ അവന് പ്രശ്നം ഉണ്ടാക്കുന്നതല്ല, ശരിക്കും പറഞ്ഞാൽ അവനെ അടിച്ച് നന്നാക്കുന്നതാണ്. കാരണം ഈ നേരത്തെ ആ അടിച്ച് നന്നാക്കാനുള്ള സ്വാധീനം കുറവായിരുന്നു. ഇപ്പൊ ഇവൻ തന്നെ നല്ല സ്വാധീനം അവനായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. കല്ലുകൾ ഇപ്പൊ വില കൂടിയ കല്ലാണെന്നുണ്ടെങ്കിൽ ആ ദേവന്റെ അല്ലെങ്കിൽ ആ അദൃശക്തിയുടെ എനർജി അത്രയും പവർഫുൾ ആയിട്ട് അവനെ സ്വാധീനിച്ചുകൊണ്ടേയിരിക്കും. വില കുറഞ്ഞ കല്ലാണെങ്കിൽ അത്രയേ സ്വാധീനം വരുള്ളൂ. അതുകൊണ്ടാണ് ഈ കല്ലിന് ഇത്രയും വിലയിലെ വ്യത്യാസം വരുന്നത്. ഇതിന്റെ പവർ അനുസരിച്ചാണ്. അപ്പൊ നല്ല പവറുള്ള കല്ലിന് നല്ല വിലയും കൊടുക്കണം. അത്രയും എനർജി ഈ അന്തരീക്ഷത്തിൽ നിന്ന് സ്വാധീനിച്ച് ഇവനിലേക്ക് അത് എടുത്തുകൊണ്ടിരിക്കും തോറും അവൻ കറക്റ്റ് അല്ലെങ്കിൽ അവന് നല്ല ശിക്ഷ ഈ ശക്തികളിൽ നിന്നും ലഭിക്കും. ഇതാണ് ഇതിന്റെ പിന്നിലെ ഒരു വസ്തുത. ഓക്കെ, ഇനി ചില കാര്യങ്ങൾ അടുത്തത്.